കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് കേൾക്കുന്ന മക്കളെ, വർഷങ്ങളായിട്ട് പൈശാചിക ശക്തികൾ പിടിച്ചു വെച്ചിരിക്കുന്നു എങ്കിൽ ഇന്ന് നിന്റെ മക്കൾ വിടുതൽ പ്രാപിക്കുന്ന ദിവസമായിരിക്കൊണ്ട് എന്നോട് ചേർന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ വിടുതൽ നടക്കട്ടെ. വളരെ നാളുകളായിട്ട് സാമ്പത്തികമായിട്ട് നിന്റെ മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മ ശക്തികൾ നിങ്ങളെ വിട്ടുപോകേണ്ടതിന്, ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകേണ്ടതിന്, ചില കയറുകൾ അറുത്തെറിയപ്പെടേണ്ടതിന്, ശിംശോന്റെ മേൽ പൂജിച്ച 30 ദിവസം പൂജ ചെയ്തുകൊണ്ടുവന്ന ചണക്കയറുകൊണ്ട് കെട്ടിയപ്പോൾ അവന്റെ മേലുള്ള ആത്മാവിനാൽ അവൻ അതിനെ മറികടന്ന് അതിനെ ചാരമാക്കിയതുപോലെ ദൈവശക്തിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീയിന്റെ മക്കളുടെ മേൽ ഇറങ്ങുമ്പോൾ വലിയ വിടുതൽ സംഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഹല്ലേലൂയ, ആർക്കും അറിയാത്ത, പിശാചിനറിയാത്ത ദൂതന്മാരുടെ ഭാഷ സംസാരിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. സ്തോത്രം. മറ്റാർക്കും അറിയാത്ത ഭാഷ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവും നമ്മളും തമ്മിലുള്ള സംസാരം. ഹല്ലേലൂയ. അത് ഏറ്റവും വിലപ്പെട്ടതാ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാ, ഉയരത്തിൽ നിന്നുള്ളതാ, ആർക്കും തടുക്കാൻ കഴിയാത്ത, ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത, ഒരുത്തിനും തിരിച്ചറിയാൻ കഴിയാത്ത ഭാഷ. ഹല്ലേലൂയ. ഇന്നു മുതൽ സ്തോത്രം അത് പ്രാക്ടീസ് ചെയ്യണം. ഹല്ലേലൂയ. പലരും കുറ്റപ്പെടുത്തട്ടെ, പലരും നിന്ദിക്കട്ടെ, സ്തോത്രം പറഞ്ഞു പഠിക്കുകയാണെന്ന് പറയട്ടെ, പറഞ്ഞു തന്നെ പഠിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വായുടെ മുകളിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും. നിങ്ങളെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിങ്ങൾ ജയാളിയായിട്ട് നടക്കാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ച് അത്യുന്നതങ്ങൾ പടവുകൾ ചവിട്ടിക്കയറുക. നിങ്ങളെ കർത്താവ് സ്തോത്രം അത്യുന്നതങ്ങളിൽ വാഹനമേറ്റ് ഓടുമാറാക്കും. ഇത് സ്പഷ്ടം. ഉള്ളിൽ നിന്ന് വരണം, ഗർജനമായിട്ട് വരണം, അടിവയറ്റിൽ നിന്ന് വരണം. അത് വരാൻ തുടങ്ങും. ദൈവമക്കളൊന്ന് ആരാധിച്ച് കർത്താവിനൊന്ന് സ്തുതിച്ച്, സ്തുതികളും സ്തോത്രങ്ങളും മേൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ കിളിക്കൊഞ്ചൽ കേൾക്കുവാൻ കർത്താവ് കാത്തിരിക്കുക. എൻ്റെ പേര് ബേബി എന്നല്ല, ഞാൻ കുഞ്ഞ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കുഞ്ഞ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഞാൻ പാട്ട് പാടുമ്പോൾ സ്തോത്രമാമേ 2 ചിരട്ട തമ്മിൽ ഉറയ്ക്കുന്ന ശബ്ദ. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവിന് അത് ഇമ്പസ്വരമാ. മക്കളെ നിങ്ങൾ ഓർത്തോ. ഹല്ലേലൂയ. നിങ്ങളുടെ നാഥനോട് നിങ്ങൾ സംസാരിക്കുന്നതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ അവരുടെ വായ അടച്ചു കളഞ്ഞ് നിന്റെ വായ് തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അത്ഭുതം നിന്റെ ജീവിതത്തിൽ സഞ്ചരിക്കും, സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പലരും കുറ്റപ്പെടുത്തട്ടെ, പലരും ദൂഷിക്കട്ടെ. ഹല്ലേലൂയ. 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ 120 ബെനിഫിറ്റുകളാണ് അവിടെ ഇറങ്ങി വന്നത്. 120 ഗുണാതിശയങ്ങൾ. തമിഴിൽ പറയുകയാണെങ്കിൽ 120 ഗുണാതിശയങ്ങളാണ് അവരുടെ മേൽ ഇറങ്ങി വന്നത്. 120 നന്മകൾ, 120 അത്ഭുത സിദ്ധികൾ, 120 എണ്ണം. ഹല്ലേലൂയ. 120 പേരെ
വ്യാപരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തീയായിട്ട് പിളർന്ന നാവായിട്ട് അവരുടെ മേൽ ഇറങ്ങി വന്നുവെങ്കിൽ നിങ്ങളുടെ മേലും സ്തോത്രമേ ഇത് കേൾക്കുന്ന മക്കളെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഓ പ്രാപിച്ചോ പ്രാപിച്ചോ യേശുവിൻ നാമത്തിൽ. നിങ്ങൾ കൈവച്ചാൽ ജനം വീഴാൻ തുടങ്ങും. ദൈവാത്മാവിൽ അവർ വീഴുന്നത് പിശാചുണ്ടായിട്ടൊന്നല്ല. പിശാചുള്ളവർ വീഴില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഓ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തി കൂടാതെ നിങ്ങളുടെ മേൽ വരികയില്ല. ഓ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലും യെരൂശലേമിലും ശമര്യയിലും യഹൂദിയിൽ എല്ലായിടത്തും ഭൂമിയിലെത്തോളം സാക്ഷികളാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എത്ര നിസ്സാരമായിട്ട് കേവല മനുഷ്യനായി വന്നാലും നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വീണെന്നിരിക്കും, ഭയപ്പെടുന്നും വേണ്ട, ആരും കളിയാക്കാനും പോണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ജനം വീഴാൻ തുടങ്ങും, അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും, രോഗസൗഖ്യം വരാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് രാജാവായവർ ആരുമില്ല. ദാവീദ് പറഞ്ഞു, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. വലിയൊരു നിരയെ നോക്കിയിട്ട് അവൻ പറയുക, നിന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. കർത്താവേ, നിന്നാലാണ്, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ ഫെലിസ്ത്യനെ തകർക്കാൻ പോകുന്നത്. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. രോഗാണുക്കൾ നിർവീര്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. പലരും പറയും ഭ്രാന്താണ്. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഭ്രാന്തൊന്നല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവിന്റെ രഥത്തിന്റെ മുമ്പാകെ ആഹാബ് ഓടിയതുപോലെ ഓടുവാനുള്ള ദൈവകൃപ പ്രാപിച്ചോ? നിന്റെ മുമ്പാകെ ഒന്നിനും നിൽക്കാൻ കഴിയാത്ത വിധം നിന്നെ കർത്താവ് അത്യുന്നതങ്ങളിൽ വാഹനമേറ്റോടുമാകാക്കും. സ്തോത്രം. യേശുവിന്റെ നാമത്തിലാ. ഹല്ലേലൂയ. അതാ എന്റെ പ്രിയന്റെ സ്വരം. ഉത്തമഗീതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവൻ മലകൾമേൽ ചാടിയും കുന്നുകൾമേൽ കുതിച്ചും കൊണ്ടുവരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് മലകൾ മറികടന്നുകൊണ്ട്, കുന്നുകൾ പ്രശ്നമാക്കാതെ, മലകൾമേൽ ചാടിയും കുന്നുകൾമേൽ കുതിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്ന ഈ കർത്താവിന്റെ സംഭാഷ. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിച്ചു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒരുത്തനും അറിയാത്തതുകൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സെമിനാരി പഠിപ്പ് നല്ലത് തന്നെയാണ്. ജ്ഞാനം നല്ലത് തന്നെയാണ്. BTH നല്ലത് തന്നെയാണ്. MTH നല്ലതാണ്. എല്ലാം നല്ലത് തന്നെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അതെല്ലാം മാറ്റിവെച്ച ഒരു ശിശുവിനെ പോലെ ഹല്ലേലൂയ വാക്കുകൾ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വാക്കുകൾ അങ്ങോട്ട് മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചാൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കുക. ഹല്ലേലൂയ. ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമോ? ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആത്മമണ്ഡലത്തിൽ കയറാൻ പഠിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. മണിക്കൂറുകളോളം സ്തുതി സ്തോത്രങ്ങളും മുഴക്കിയ നിന്റെ അടുത്തിൽ കൂടെ നിന്റെ ഭവനത്തിന്റെ 7000 പോലും ഒരു ദുഷ്ടം വരില്ല. നീ നിന്ന് കൊടുത്താൽ മതി. കർത്താവ് ഇങ്ങനെ വിളമ്പിത്തരും. ഹല്ലേലൂയ. ആത്മാവിൽ വിളമ്പുന്നത് ജഡത്തിലും അറിയാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രാണലും ആത്മാവിലും സന്ധ്യമച്ചകളിലും ഒരുമിച്ചിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. ചില ദുസ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങും. അശുദ്ധാത്മാക്കൾ നിങ്ങളിൽ നിന്നും അലറി ഓടാൻ തുടങ്ങും. നിങ്ങളുടെ മുമ്പിൽ ഒരുത്തിന് നിൽക്കാതെ കഴിയാതെ വണ്ണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സകല നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിൽ സകലം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത
ക്ലാസ്സിലേക്കായിട്ട് ഒരുങ്ങണം. ഞാനും ഒരുങ്ങും. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഒരുപാട് പറയണമെന്നുണ്ട്. ഈ വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇതിൽ നിർത്താനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. അടുത്ത ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്ലാസ് ആയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങും. ബേബി ചിറ്റിലെ പുള്ളിയെ അടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.